പുതിയ പരിശീലകൻ റൂബൻ അമോറിമിന് കീഴിൽ ആദ്യ ജയം സ്വന്തമാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇന്ന് യൂറോപ്പ ലീഗിൽ ബോദോയെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. 2-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു യുണൈറ്റഡിന്റെ വിജയം. ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ 2-1 പിന്നിലായ ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശക്തമായി തിരിച്ചു വരികയായിരുന്നു. ഇന്ന് കളി തുടങ്ങിയ 2-ാം മിനിറ്റിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നിലെത്തി. ബോദോ ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഗർനാച്ചോ ലക്ഷ്യം കാണുകയായിരുന്നു. എന്നാൽ 19-23 മിനിറ്റുകളിലായി ബോദോ 2 ഗോളുകൾ തിരിച്ചടിച്ചു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഹോയ്ലുണ്ടിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമനില നേടി. 2-ാം പകുതിയുടെ തുടക്കത്തിൽ 50-ാം മിനിറ്റിൽ ഹോയ്ലുണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലീഡ് നൽകി. ഈ ഗോൾ യുണൈറ്റഡിന്റെ വിജയം ഉറപ്പിച്ചു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 73% ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിരുന്നു. 20 ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആകെ തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. 787 പാസുകൾ 91% കൃത്യതയോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പൂർത്തിയാക്കി. 7 ഷോട്ടുകളാണ് ബോധ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഈ വിജയത്തോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 9 പോയിന്റുമായി യൂറോപ്പ ലീഗിൽ 12-ാം സ്ഥാനത്തെത്തി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.